ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. TP കേസിലെ പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് തുടങ്ങിയ 16 CPM പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, ഈ കേസ് എന്താണ്? ഇതിലെ പ്രതികളാരാണ്? സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് 2010 മെയ് 28-ന് ന്യൂമാഹിയിൽ വെച്ച് RSS BJP പ്രവർത്തകരായ മടവമ്മൽ കണ്ടി വിജിത്ത്, അതുപോലെ തന്നെ കുറുന്തോടത്ത് ഹൗസിൽ ഷിനോജ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ഉള്ള ആരോപണങ്ങളും കുറ്റങ്ങളും തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ഇപ്പോൾ കോടതി ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. 16 പേരാണ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ളത്. ഇതിൽ 14 മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. 2 പേർ ഈ വിചാരണ നടക്കുന്നതിനിടയിൽ മരണപ്പെട്ടിരുന്നു. ബാക്കി കൊടിസുനി, അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള 14 CPM പ്രവർത്തകരായിട്ടുള്ള പ്രതികളെയാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ കൊടിസുനിയെയും മനോജിനെയും ഒക്കെ പോലെയുള്ള ഈ കൊട്ടേഷൻ സംഘത്തിന് പുറമെ CPM പ്രവർത്തകരുണ്ടായിരുന്നോ? ഇതിനകത്ത് CPM പ്രവർത്തകരും ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2010-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഈ പറയുന്ന ന്യൂമാഹിക്കടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ബൈക്കിൽ യാത്ര ചെയ്യായിരുന്ന BJP RSS പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുന്നത്. ബോംബെറിഞ്ഞ ശേഷം വെട്ടിവീഴ്ത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരണപ്പെടുകയും ചെയ്തു. ഈ കേസിനകത്താണ് ഇപ്പോൾ 16 പ്രതികളെയും അവർക്കെതിരെയുള്ള തെളിവുകൾ, കുറ്റങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ല എന്നുള്ള വിലയിരുത്തലിന്റെ പുറത്ത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസിലെ 12-ാം പ്രതി മുഹമ്മദ് രജീസും, അതുപോലെ തന്നെ 10-ാം പ്രതി PK രജികാന്തും മരണപ്പെട്ടിരുന്നു. അവർക്ക് പുറത്ത് 14 പ്രതികളാണുള്ളത്. 2-ാം പ്രതിയായി കൊടിസുനി, അതുപോലെ തന്നെ 4-ാം പ്രതിയായി മുഹമ്മദ് ഷാഫി. 2 പേരും നേരത്തെ തന്നെ TP കേസിലെ വലിയ തരത്തിൽ സുപ്രസിദ്ധരാണ്. ഇവരുൾപ്പെടെയുള്ള 14 പ്രതികളെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. നിഷാദ്, ഓക്കെ, ഇതിനകത്ത് കോടതി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? അതായത് ഈ കേസ് എന്തുകൊണ്ട് സംശയാതീതമായി കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ പരാജയപ്പെട്ടു? തെളിവുകൾ കണ്ടെത്തുന്നതിൽ, വിശ്വസനീയമായ തെളിവുകൾ കൊണ്ടുവരുന്നതിൽ, പ്രതികളെ അതിൽ കണക്ട് ചെയ്യുന്നതിൽ, ഗൂഢാലോചന തെളിയിക്കുന്നതിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഇവിടെ ബിജീഷ്? നിഷാദ്, ഇതിനകത്ത് വിധി ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് വന്നത്. ഇതിയുടെ വിധിന്യായത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ അറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി എടുക്കും. ഏതായാലും 2010 മെയ് 28-ന് പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷന് വീഴ്ചയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. നേരത്തെ ഈ കേസിന്റെ അകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിഷാദ്, ഒരിക്കൽ കൂടി പറയൂ ബിജീഷ്, ആരൊക്കെയാണ് ഈ കേസിലുള്ള മറ്റേ TP കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആരൊക്കെ ഈ പ്രതിപട്ടികയിലുണ്ട്? അതിനകത്ത് 2-ാം പ്രതിയായിട്ട് കൊടിസുനി, അതുപോലെ തന്നെ 4-ാം പ്രതിയായിട്ട് മുഹമ്മദ് ഷാഫി. ഇവരാണ് TP കേസിൽ ഉൾപ്പെട്ട 2 പേർ ഈ കേസിലും ഉൾപ്പെട്ടിരിക്കുന്നത്. 2-ഉം 4-ഉം പ്രതികൾ ഇവരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. നിഷാദ്, ഓക്കെ, ഈ കേസിന്റെ പശ്ചാത്തലം, അതിന്റെ സംഭവിച്ച സമയം, കൊല്ലപ്പെട്ടവർ, അതൊരിക്കൽ കൂടി പറയൂ ബിജീഷ്. അതായത് ഇത് 2010-ലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ന്യൂമാഹിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇവർ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ 2 പേർ നേരത്തെ ഞാൻ പറഞ്ഞ BJP RSS പ്രവർത്തകരായിട്ടുള്ള മടവമ്മൽ കണ്ടി വിജിത്ത്, അതുപോലെ തന്നെ കുറുന്തോടത്ത് ഹൗസിൽ ഷിനോജ്, ഇവർ ബൈക്കിൽ യാത്ര ചെയ്ത് വരുന്നതിനിടെ ബോംബെറിഞ്ഞ് വീഴ്ത്തി അതിനുശേഷം വടിവാൾ ഉപയോഗിച്ച് വെട്ടി കൊല്ലുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്ന് 16 പേരെ, CPM പ്രവർത്തകരായ 16 പേരെ, ഈ പറയുന്ന കൊടിസുനിയും അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള 16 പേരെ പ്രതിയേർത്തുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിലാണിപ്പോൾ 14 പേരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. വിശാൽ, ന്യൂ മാഹി ഇരട്ടക്കൊല കേസിലെ 16 പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ്. ഇപ്പോൾ 2010 വെച്ചുമ്പോൾ ഇപ്പോൾ 15 വർഷം പൂർത്തിയായ ശേഷമുള്ള വിധി പ്രസ്താവം വരുമ്പോൾ കോടതി 16 പ്രതികളെയും വെറുതെ വിടുന്നു. എന്നാലും പക്ഷേ കൊടിസുനിയൊക്കെ ജയിലിലാണ്.
അടുത്ത് തന്നെ ജയിലിലാണ്. ഈ കേസിന്റെ ഒരു വിചാരണ ഘട്ടത്തിൽ ഇടയിലാണ് കൊടിസുനി അല്പം മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പ്രമാദമായ മറ്റൊരു വിഷയത്തിൽ ഇടപെടുന്നത്. അതായത് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ മദ്യപിച്ചു എന്നുള്ള ഒരു കേസ് വന്നത് ഈ ഘട്ടത്തിലായിരുന്നു. അതിനെ തുടർന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്ന കൊടിസുനിയെ പിന്നീട് തവനൂരിലേക്ക് മാറ്റിയത്. തവനൂരിലേക്ക് മാറ്റിയ സുനിയെ ഇന്ന് രാവിലെയാണ് ഇവിടെ ഈ വിധി പറയുന്നതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ എത്തിച്ചിരുന്നത്. കഴിഞ്ഞ ഈ സംഭവം നടന്നത്, അതായത് ഈ ബാറിൽ വെച്ച് മദ്യപിച്ചു എന്നുള്ള സംഭവത്തിന് ശേഷം ഓൺലൈനായിട്ട് മാത്രമാണ് ഈ കേസിന്റെ തുടർന്നുള്ള വിചാരണ ഘട്ടങ്ങളിൽ സുനി ഈ കേസിന്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് വിധി വരുന്ന ഘട്ടത്തിൽ എല്ലാ പ്രതികളെയും കൊണ്ടുവന്നിരുന്നു. രാവിലെ 9:00 ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ